കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ വീണ യുവതിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരണമടഞ്ഞ സംഭവം കേരളക്കരയെ നടുക്കിയിരിക്കുകയാണ്. മദ്യലഹരിയിലായിരുന്ന ഒരു സുഹൃത്തിന്റെ അശ്രദ്ധയും ഫയർഫോഴ്സ് നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതുമാണ് ഈ കൂട്ട മരണത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങൾ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. 80 അടി താഴ്ചയുള്ള കിണറ്റിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിനിടെ സംഭവിച്ച ഈ ദുരന്തം രക്ഷാപ്രവർത്തകരുടെ ജീവന്റെ വിലയെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. നെടുവത്തൂർ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തിയ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ 12 മണിയോടെയാണ്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിലെ ധീരനായ അംഗം ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന, അവരുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറ്റിന്റെ കൈവരി ഇടിഞ്ഞു വീണതാണ് കൂട്ടമരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന്റെ തുടക്കം അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണനും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ്. കുറച്ച് ദിവസങ്ങളായി ഇരുവരും ഒരുമിച്ചായിരുന്നു താമസം. ഇരുവരും തമ്മിലുണ്ടായ രൂക്ഷമായ തർക്കത്തെ തുടർന്ന് അർച്ചന വീടിനടുത്തുള്ള കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. ഫോൺ കോൾ ലഭിച്ച ഉടൻ ഫയർ സ്റ്റേഷനിലെ മറ്റ് യൂണിറ്റ് അംഗങ്ങൾക്കൊപ്പം സോണി എസ് കുമാർ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ 80 അടി താഴ്ചയുള്ള കിണറ്റിൽ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു. അപകടത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ സോണി റോപ്പ്, ലൈഫ് ലൈൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിന്റെ ആഴത്തിലേക്ക് ധൈര്യസമേതം ഇറങ്ങി. രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ദുരന്തം സംഭവിച്ചത്. യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ കിണറിനോട് ചേർന്നിരുന്ന ശിവകൃഷ്ണൻ നിന്ന ഭാഗത്തെ പഴയ കൈവരി പെട്ടെന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു.